രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, സോ രമ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും. ശരി, രമ ജോലി തീർക്കുന്നത് 12 ദിവസം കൊണ്ടാണ് മക്കളെ. രമ 12 ദിവസങ്ങള്, രമണി എത്ര ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്? രമണി അതേ ജോലി 18 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രാജുവും രമയും രമണിയും കൂടി ഈ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ, ഇനി രാജുവും രമയും രമണിയും കൂടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ജോലി 8 ദിവസം കൊണ്ട് തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, 4 ദിവസം കൊണ്ട് തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ രാജുവിന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? അപ്പം രമ തന്നെ 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, രമണി തന്നെ 18 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, രാജുവും രമയും രമണിയും ചേർന്ന് ഇതേ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രാജുവിന് തനിയെ ഈ മുഴുവൻ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ LCM മെത്തേഡ് ചെയ്യാം. ഈ 3 സംഖ്യകളുടെ LCM കണ്ടുപിടിക്കണം. ആണോ? ഈ 3 സംഖ്യകളുടെ LCM 36 എന്ന് കിട്ടും. അപ്പൊ അത് ആകെ ജോലിയായിട്ട് എടുക്കണം. ആകെ ജോലി 36. ഇനി രമയുടെ എഫിഷ്യൻസി കാണാൻ 36/12 ചെയ്യണം, 3 എന്ന് കിട്ടും. രമണിയുടെ എഫിഷ്യൻസി കാണാൻ 36/18 ചെയ്യണം, 2 എന്ന് കിട്ടും. ഇനി 3 പേരുടെയും കൂടെ, രാജുവിന്റെയും രമയുടെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ 36/4 ചെയ്യണം, 9 എന്ന് കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി രാജുവിന്റെയും രമയുടെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി 9 ആണ്. എന്നാൽ രമയുടെയും രമണിയുടെയും മാത്രം എഫിഷ്യൻസി 5 ആണ്. അതിൽ നിന്ന് നമുക്ക് രാജുവിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. രാജുവിന്റെ എഫിഷ്യൻസി നമുക്ക് 4 എന്ന് കിട്ടും. രാജുവിന്റെ എഫിഷ്യൻസി 4. എങ്ങനെ കിട്ടി? 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എത്രയാ? 9. രമയുടെയും രമണിയുടെയും മാത്രം എത്രയാ? 5. അപ്പൊ ബാക്കിയുള്ള 4 ആയിരിക്കും ആരുടെ? രാജുവിന്റെ എഫിഷ്യൻസി. രാജുവിന്റെ എഫിഷ്യൻസി 4 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാജു ഒരു ദിവസം കൊണ്ട് 4 ജോലി തീർക്കുന്ന എഫിഷ്യൻസിയുടെ അർത്ഥം അതാ. രാജുവിന്റെ എഫിഷ്യൻസി 4 ആണെന്ന് പറഞ്ഞാൽ പെർ ഡേ 4 ജോലി തീർക്കാൻ രാജുവിന് പറ്റുന്ന. അപ്പൊ ആകെയുള്ള 36 ജോലി തന്നെ തീർക്കാൻ വേണ്ട സമയം രാജുവിന് 36/4, ആൻസർ 9 ദിവസം എന്ന് കിട്ടും. മക്കളെ, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രമ തന്നെ 12 ദിവസം കൊണ്ട് ജോലി തീർക്കും, രമണി തന്നെ 18 ദിവസം കൊണ്ട് ജോലി തീർക്കും, രാജുവും രമയും രമണിയും ചേർന്ന് 4 ദിവസം കൊണ്ട് ജോലി തീർക്കും. ഓക്കെ, ഈ 3 സംഖ്യകളുടെ LCM എടുത്ത് 36, അത് ആകെ ജോലി. രമയുടെ എഫിഷ്യൻസി 36/12, 3. അതിന്റെ അർത്ഥം രമ ഒരു ദിവസം 3 ജോലി തീർക്കുന്ന ആളാണെന്നാണ്. ഇനി രമണിയുടെ എഫിഷ്യൻസി 36/18, 2. അതിന്റെ അർത്ഥം രമണി ഒരു ദിവസം 2 ജോലി തീർക്കുന്ന ആളാണെന്നാണ്. രാജുവിന്റെ രമണിയുടെയും കൂടെ എഫിഷ്യൻസി 36/4, 9 കിട്ടും. അതിന്റെ അർത്ഥം 3 പേര് ചേർന്ന ഒരു ദിവസം കൊണ്ട് 9 ജോലി തീരുന്നതാണ്. രാജുവിന്റെ എഫിഷ്യൻസി കാണാൻ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 9. അതിൽ രമയുടെയും രമണിയുടെയും കൂടെ എഫിഷ്യൻസി കുറച്ചാൽ ബാക്കിയുള്ളതാണ് രാജുവിന്റെ എഫിഷ്യൻസി 4 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം രാജു ഒരു ദിവസം 4 ജോലി തീർക്കാൻ കഴിവുള്ള ആളാണ്. 36 ജോലി രാജുവിന് തന്നെ തീർക്കാൻ വേണ്ട സമയം 36/4, 9 ദിവസം കിട്ടും. ശരി.